നരകം സൃഷ്ടിച്ചത് ദൈവമാണോ? എങ്ങനെയാണ് സ്നേഹസ്വരൂപനായ ഒരു ദൈവത്തിന് നരകം സൃഷ്ടിച്ച മനുഷ്യനെ അതിലാക്കി ശിക്ഷിക്കാൻ കഴിയുക? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ദൈവം സ്നേഹനിധിയാണ്. അതുകൊണ്ട് അവിടുന്ന് നമുക്ക് നൽകുന്നത് പരിപൂർണമായ സ്വാതന്ത്ര്യമാണ്. അവിടുത്തെ പോലും ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം. സകല നന്മകളുടെയും ഉറവിടം ദൈവമാണ്. ആ ദൈവത്തെ നമ്മൾ പൂർണ്ണമായും നിരാകരിക്കുമ്പോൾ പിന്നെ എന്താണ് ബാക്കിയുള്ളത്? സകല നന്മകളുടെയും ഉറവിടമായവനെ നിങ്ങൾ വിട്ടുപിരിയുമ്പോൾ സകല നന്മകളും നിങ്ങളെ വിട്ടുപിരിയും. നന്മകളുടെ അഭാവമാണ് നരകം. ആ അവസ്ഥയാണ് നരകം. മറിച്ച് മനുഷ്യനെ പിടിച്ചിടാൻ ദൈവം നിർമ്മിച്ച ഒരു തടവറയോ ശിക്ഷാസ്ഥലമല്ല. മറിച്ച് നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെ സ്വാഭാവികമായ പരിണതഫലം, നാച്ചുറൽ കോൺസിക്വൻസ്. ദൈവം സത്യമാണ്, ജീവനാണ്, നീതിയാണ്, വെളിച്ചമാണ്, നന്മയാണ്. എന്നാൽ ഒരു വ്യക്തി സ്വന്തം സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഈ വെളിച്ചത്തിൽ നിന്ന്, നന്മയിൽ നിന്ന്, നീതിയിൽ നിന്ന് അകലുമ്പോൾ സകല നന്മകളിൽ നിന്നും അകലുകയാണ്. ഈ അവസ്ഥയാണ് നരകം. ദൈവമാരെയും നരകത്തിലേക്ക് അയക്കുന്നില്ല. മറിച്ച് ദൈവത്തെ വേണ്ട എന്ന് തീരുമാനിക്കുന്നവരുടെ ആ തീരുമാനത്തെ ദൈവം മാനിക്കുകയാണ്. C.S. ലൂയിസ് പറയുന്നത് പോലെ നരകത്തിന്റെ വാതിലുകൾ അടച്ചിരിക്കുന്നത് അകത്തു നിന്നാണ്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. മത്തായി 25:41 വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, നരകം ഒരുക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയല്ല, മറിച്ച് സാത്താനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയാണ്. നമ്മൾ അവിടേക്ക് പോകണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല.